ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ 1650 ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത്, ബറോസിനെ പോലെ. കഴിഞ്ഞ ദിവസം ബറോസ് എന്ന സിനിമ ഇറങ്ങി. ഏതാണ്ട് 80% പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. എന്നാൽ ചില നെഗറ്റീവ് അഭിപ്രായങ്ങളും പലരിൽ നിന്നും ഉണ്ടായി. അതുണ്ടായത് യുവ പ്രേക്ഷകരിൽ നിന്നാണ് എന്നത് നോക്കിക്കാണേണ്ടതാണ്. എന്നാലും ചില കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാതെ വന്നു എന്നതും കാണാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് മോഹൻലാൽ ഒരുക്കിയത്. എന്നാൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതിലും അവരവരുടെ രുചിഭേദങ്ങൾ കാണുമല്ലോ. എന്നാൽ ഈ കാലത്തുള്ള കുട്ടികൾ കണ്ടു വളരുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ആനിമകളും ആക്ഷൻ രീതിയിലുള്ള കാർട്ടൂണുകളും ഒക്കെയാണ്. അതിലേക്കൊരു ഫീൽ ഗുഡ് ടൈപ്പിലുള്ള സിനിമകളൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ബറോസും ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുതന്നെയാണ് 80% മികച്ച റിവ്യൂ കിട്ടി എന്ന് പറയപ്പെടുന്നത്. എന്നിരുന്നാലും നെഗറ്റീവായി വന്ന അഭിപ്രായങ്ങൾ മാത്രം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അതിനെ ആഘോഷിക്കുന്ന ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. നിരവധി പേരാണ് അങ്ങനെ പറഞ്ഞവരുടെ വീഡിയോകൾ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് എത്തി ചിത്രത്തിനെ വലിയ രീതിയിൽ നെഗറ്റീവ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ചുപേരെയൊക്കെയുള്ള വീഡിയോയിൽ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞത് അത് മാത്രം എടുത്തുകൊണ്ടാണ് അവർ വലിയ രീതിയിൽ പോസ്റ്റുകൾ തയ്യാറാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ ഈ പ്രചാരണമൊക്കെ നടക്കുക. അതവർ ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട്. എന്തോ മോഹൻലാലിന്റെ സിനിമകൾക്ക് ഒരു നെഗറ്റീവ് കൊണ്ടുവന്നില്ലെങ്കിൽ, ഒന്ന് ഡീഗ്രേഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരുന്നില്ല. അതിനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ നടക്കുന്നത്. മോഹൻലാലുമായി ബന്ധപ്പെട്ടവർക്ക് പോലും ഇങ്ങനെയുള്ള നെഗറ്റീവ് കിട്ടുന്നു എന്നതാണ് മറ്റൊരു രീതിയിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വലിയ വാർത്തകൾ അതിന് പിന്നാലെ ചില മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്തു. ബറോസ് നിരാശപ്പെടുത്തിയെന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് എന്ന രീതിയിൽ. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് പോലും മറ്റൊരു രീതിയിലാണ് പ്രേക്ഷകർ ഇതിനെയൊക്കെ ഏറ്റെടുത്തത്. അവർ അതിനെ നിരാശപ്പെടുത്തി എന്ന രീതിയിലാണ് പറയുന്നത്. കുട്ടികളുടെ രീതിയല്ലല്ലോ മുതിർന്നവർക്കുള്ളത്. അപ്പോൾ എങ്ങനെ ഇത് താരതമ്യം ചെയ്യും എന്ന രീതിയിലൊക്കെയാണ് പലരും ചോദ്യങ്ങളുമായി എത്തിയത്. എന്നാൽ മുതിർന്ന പല പ്രേക്ഷകർക്കും ബറോസ് ഇഷ്ടപ്പെട്ടതായി പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. ഫാൻസ് അല്ലാത്തവർ പോലും. കുടുംബ പ്രേക്ഷകരാണ് ആ കാര്യങ്ങൾ ഏറ്റവും എടുത്ത് പറഞ്ഞത്. കുട്ടികൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ശരാശരി ചിത്രം മാത്രമാണ് ബറോസ് എന്ന് സോഷ്യൽ മീഡിയയിൽ എത്തുന്ന അഭിപ്രായങ്ങൾ പറയുന്നത്. സിനിമയുടെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ എന്നത് ശരിയാണ്. ടെക്നിക്കലി അത് വ്യക്തവുമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം സിനിമ നന്നാവില്ലല്ലോ, കുട്ടികൾക്ക് പോലും ഇഷ്ടമാവില്ല എന്നാണ് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പറഞ്ഞുകൊണ്ട് എത്തിയത്. അങ്ങനെ പല നെഗറ്റീവുകളും പറഞ്ഞുകൊണ്ട് പലരും എത്തിയിരുന്നു. അവർക്കൊക്കെ പറയാനുള്ള അധികാരമുണ്ട്. അവർ സിനിമ കണ്ടതാണ്, അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കണം. എന്നിരുന്നാലും മറ്റ് ചിലർ നെഗറ്റീവ് അഭിപ്രായങ്ങൾ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിന് വീണ്ടും ഡീഗ്രേഡ്, മോഹൻലാലിന്റെ സിനിമ ഫ്ലോപ്പ് ആവുന്നു, വീണ്ടും ഒരു ഫ്ലോപ്പ് എന്ന രീതിയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് പലരെയും റീതിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതാണ്. പലരും ഇത് വെച്ച് ചർച്ചകൾ നടത്തുകയാണ്. എന്താണ് മോഹൻലാൽ സിനിമകൾ ഇറങ്ങുമ്പോൾ മോഹൻലാലിന് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് മോഹൻലാലിന് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒപ്പം മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ ഇനി പുതിയ ചില താരങ്ങളും എത്താനുണ്ട്. അവർക്കും അതേപോലെ തന്നെ ഡീഗ്രേഡിങ്ങും നെഗറ്റീവ് അഭിപ്രായങ്ങളും ലഭിക്കും എന്നത്. പൃഥ്വിരാജ് സുകുമാരൻ, ജിത്തു ജോസഫ് തുടങ്ങിയവർ നിരവധി വിദ്വേഷ പ്രചരണങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടുന്നുണ്ട് എന്നത് നമ്മൾ പലപ്പോഴേ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കുകയോ സഹകരിക്കുകയോ ചെയ്താൽ മറ്റൊരു താരത്തിന്റെ ബുദ്ധിശൂന്യരും ആത്യന്തികം വിഷലിപ്തവുമായ ആരാധകർ അവരെ ശത്രുക്കളെ പോലെയാണ് പരിഗണിക്കുന്നത്. അവർ വെറും ആരാധകരല്ല. മോഹൻലാലിന്റെ കരിയറിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും പോസിറ്റീവ് റെസ്പോൺസ് പ്രോജക്റ്റുകൾക്കുമുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിന് കിട്ടുന്ന പ്രേക്ഷക പിന്തുണ ഒക്കെ കാണുമ്പോൾ മോഹൻലാലിനെതിരെ അവർ തിരിയുകയാണ്. ഇതൊക്കെ മോഹൻലാലിനെതിരെ വലിയ രീതിയിൽ നെഗറ്റീവ് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നു. മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ഗംഭീര പ്രോജക്റ്റുകളാണ്. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു എന്നത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ജിത്തു മാധവന്റെ പ്രോജക്റ്റിനും അതിനൊപ്പം തന്നെ ജിത്തു മാധവനും ഇനി നെഗറ്റീവ് കേൾക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ പ്രോജക്റ്റ് ഒന്ന് അനൗൺസ് ചെയ്താൽ അപ്പം തുടങ്ങും ജിത്തു മാധവനെതിരെയും അവരുടെ വിദ്വേഷ പ്രചരണം. എന്തായാലും മോഹൻലാൽ വലിയൊരു ആത്മവിശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. സംവിധാനമായി താൻ അരങ്ങേറ്റം കുറിച്ച ചിത്രം ബറോസ് തിയേറ്ററിലേക്ക് എത്തിയതിന്റെ സന്തോഷം മോഹൻലാൽ പങ്കുവെക്കുകയുണ്ടായി. തികച്ചും വേറിട്ടൊരു സിനിമയാണ് ബറോസ്. ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി സിനിമയാണ്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും കാണാവുന്ന സിനിമ. എന്നെ സംബന്ധിച്ച് ഒരു നിയോഗമാണ് ഇത്. ഒപ്പം ഭാഗ്യവും. ഒരുപാട് നാൾ മുൻപ് തുടങ്ങിയതാണ്. റിലീസായതോടെ എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത്. മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. എന്തായാലും ചിത്രത്തിന് ആദ്യ ദിവസം ഏതാണ്ട് 10 മണി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 3.65 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചത് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാണ് ട്രേഡ് അനലിസ്റ്റുകൾ. കണക്കുകൾ പൂർണ്ണമായും എത്തിയിട്ടില്ല. ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്നേ ദിവസമെല്ലാം വ്യക്തമാകും.